ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തപ്പോൾ ഒരു മുരിങ്ങച്ചോട്ടിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങപ്പേരിയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ അച്ഛത മുരിങ്ങപ്പേരി ഉണ്ടാക്കാൻ റെഡി ആയി ഇരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു ഇന്ന് പണ്ടേ ഒരു തറവാട്ടിൽ വെച്ച പോലത്തെ ഉപ്പേരി ഉണ്ടാക്കി തരാ പറഞ്ഞു. അപ്പൊ അച്ഛ എന്തൊക്കെയാ അതിന് സാധനങ്ങൾ വേണ്ടേ? മുരിങ്ങതായിരിക്കണോ, നാളികേരം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പൊ ഒരു സംശയം, ഈ നാളികേരത്തിന്റെ ഒപ്പാണോ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും? ഇഞ്ചി വേണ്ട, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, നാളികേരം ഇത് എല്ലാം കൂടി ചതച്ച് മുരിങ്ങയിലിടുക. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കില്ല അച്ഛാ? എത്ര കോപ്പ വെള്ളം അച്ഛാ? 2 കോപ്പ വെള്ളം. മുരിങ്ങയുടെ അനുസരിച്ചിട്ട് എടുക്കാട്ടോ. അതെ, മുരിങ്ങ എത്ര ഉണ്ടാച്ചാ എത്ര എടുക്കാം. പിന്നെ നമ്മളവിടുത്തെ മുരിങ്ങ തീരെ കയപ്പില്ല കേട്ടോ. അങ്ങനെ പല മുരിങ്ങയിലും തന്നെ പലതരത്തിലുണ്ട്. അപ്പം അതിനനുസരിച്ച് വെള്ളം ഉപയോഗിക്കുക. ഒരു സ്പൂൺ. പിന്നെ ഉപ്പൊന്നും ഇല്ലാണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ഇടാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ഇടണം. അല്ല അച്ഛ, അപ്പോൾ തറവാട്ടിൽ അച്ഛമ്മയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? അപ്പോൾ നിങ്ങളും പിന്നെ എങ്ങനെയാണ് ആ മുരിങ്ങപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മുരിങ്ങ അതിലിടുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങപ്പേരി മുരിങ്ങക്കൂട്ടാനൊക്കെ ഉണ്ടാക്കും. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ മുരിങ്ങപ്പേരി മുരിങ്ങക്കൂട്ടാൻ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ മോനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചോറും ഞങ്ങൾക്ക് ഈ മുരിങ്ങക്കറി മാത്രം മതി. ചിലപ്പോൾ മുരിങ്ങപ്പേരി ആവും. കയ്പ്പില്ലാത്ത മുരിങ്ങ കൊണ്ടുവന്ന് കുറച്ചൊന്നിട്ട് വെന്താൽ മതി കേട്ടാ. ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്, അരപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. തേങ്ങ, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെന്താ വെച്ചാൽ പച്ചമുളക്. അപ്പോൾ എരി അധികം ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അധികം മുളകിടാത്ത 2 എടുത്തിട്ടേ ഉള്ളൂ. മുരിങ്ങ നല്ലോണം വറ്റി. ഇനി ഇത് ചതച്ചത് ഇടാൻ പോവാണ്. ഇനി നല്ലോണം ഇളക്കുക. അപ്പോൾ മുരിങ്ങപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ലേശം വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക.
ഹലോ ഗായ്സ്, അപ്പോൾ മുരിങ്ങപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ്റെ സ്പെഷ്യൽ ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.